അതിൽ ചില വൾഗറായ പദങ്ങൾ വിമർശിക്കപ്പെട്ടു. ഉദാഹരണമായിട്ട് വളരെ പ്രസിദ്ധമായ ഈ അബുദാബി പാട്ട് അല്ലെ, വളരെ പ്രസിദ്ധമായ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് എന്തെന്നാൽ ഏറെ പിരിശത്തിൽ ചൊല്ലിയിടുന്നു വസ്സലാം. ഇതിലിങ്ങനെ പാടിപ്പോയി അവളുടെ ഈ സ്തനഭാഗങ്ങളെ കുറിച്ചൊക്കെയുള്ള വർണ്ണനകൾ അശ്ലീലായി നന്നെ വിമർശിക്കപ്പെട്ടു. അതിൻ്റെ ഇടയിൽ തന്നെ അതേ കാലത്ത് നല്ല ഭക്തിപ്പാട്ടുകൾ വന്നു, ഉപദേശം പാട്ടുകൾ വന്നു. കെട്ടുകൾ മൂന്നും കെട്ടി കെട്ടലിൽ നിന്നെയുമേ ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര, എരഞ്ഞോളി മൂസ സാഹിബിന്റെ പ്രസിദ്ധമായ ആ പാട്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനമായിട്ട് അവതരിച്ച അൽ-ബഖറ സൂറത്തിലെ 281 വചനം. ഈ പാട്ടിൽ അങ്ങനെ വർണ്ണിക്കാണ് ആൾ. അയാളത് ഉദ്ദേശിച്ചോന്ന് എനിക്കറിയില്ല. നമ്മളൊരു നിരൂപണം എന്നുള്ള രീതിയിൽ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരും, ആ ദിവസത്തെ നിങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം, സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയുന്ന ഖുർആനിലെ അവസാനത്തെ വചനം, കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിനെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര.